എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് റിമൂവ് പീച്ചി എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ. നമുക്കത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. നമുക്ക് നേരിട്ട് ഗാലറിയിൽ നിന്ന് തന്നെ ഫോട്ടോ സെലക്ട് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പക്ഷേ ഫോട്ടോ ഓപ്പണായി വരുമ്പോഴേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ടായി പോയിട്ടാണ് വരിക. അതായത് നമുക്ക് നമ്മുടെ ഫോട്ടോന് അതായത് നമ്മുടെ ബോഡി പാർട്സിനൊന്നും കട്ടായി പോകാത്ത രീതിയിൽ കറക്റ്റ് എല്ലാം സെറ്റാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടാണ് വരിക. ഇതിൻ്റെ ഐഡിയയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അതായത് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണം, ലൈറ്റിങ്, അതേപോലെ ഡോട്ട്സ്, റോഡ്, അതേപോലെ സ്കൈ, അങ്ങനത്തെ കുറേ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടുകളാണ് കേട്ടോ. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ ശരിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത മാതിരി ഒരു ഫീലാണ് കേട്ടോ. അടിപൊളി ബാക്ക്ഗ്രൗണ്ടുകളാണ്. നമുക്ക് ഞാൻ ഒരുവിധം ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസ് അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിലാണ് റിമൂവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട്സൊക്കെ നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഫോട്ടോസ് നമുക്ക് കിട്ടുക. ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതിന് ശേഷം ഹോമിലേക്ക് വന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലർ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഉള്ള കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറാക്കി നിർത്താനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ബ്ലറാക്കിയിട്ട് കണ്ടില്ലേ ഫോട്ടോ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സൈഡിൽ. ആ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഗാലറിയിൽ ഒന്ന് കിടക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ ഫോട്ടോസ് എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.